റാം നാരായൺ റാം. ആകാശത്തെ ആരും സൃഷ്ടിച്ചില്ല. അത് ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഉണ്ടാണ്, എന്നേക്കും ഉണ്ടാകും. ആകാശം തന്നെയാണ് ഈശ്വരൻ, അല്ലാഹ്, ഗോഡ്. ആകാശം തന്നെയാണ് എല്ലാം, അതാണ് പരമശക്തൻ. ആകാശം ആഗ്രഹിച്ചു, ഞാൻ സൃഷ്ടിയോടൊപ്പം ഇരിക്കണം. എനിക്ക് തന്നെ പല രൂപങ്ങളിൽ കാണണം. ആകാശം തന്നെ കാണാൻ ആഗ്രഹിച്ചു, തന്നെ അനുഭവിക്കാൻ ആഗ്രഹിച്ചു. അതിനാലാണ് സൃഷ്ടി പിറവിയെടുത്തത്. മനുഷ്യൻ ഓരോ ബാധ്യതകളിലും പ്രശ്നങ്ങളിലും ഭീതികളിലും നിന്ന് മോചിതനാകാം. സ്വയം ആരാണെന്ന് തിരിച്ചറിയുകയും പ്രകൃതിയുമായി ബന്ധപ്പെട്ടു നിൽക്കുകയും ചെയ്താൽ അതോടൊപ്പം റാം നാരായൺ റാം എന്ന നാമം ജപിക്കണം. ഈ നാമത്തിൽ ഒരു ശാന്തിയും ശക്തിയും അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെ ഊർജം കൊണ്ട് നിറയ്ക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ ശക്തരാക്കുന്നു. ഈ നാമത്തിൽ അതിമാനവശക്തിയുണ്ട്. സകല സൃഷ്ടിയെയും അതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ അനന്തമായ നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും ഉണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇവയെല്ലാം എണ്ണാനോ അളക്കാനോ കഴിയുമോ? അതല്ലോ അസാധ്യമായ കാര്യം. ഇതിൻ്റെ ആഴം എത്ര? വീതി, നീളം എത്ര? ആരെങ്കിലും അളക്കാമോ? നമുക്ക് അനുമാനം മാത്രമേ നൽകാനാകൂ. കൃത്യമായി പറയാനോ അളക്കാനോ കഴിയില്ല. അതിനാൽ അനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആകാശത്തിൽ ഉണ്ടായി. അതെല്ലാം ആകാശത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യൻ അവയെ സൃഷ്ടിച്ചതല്ല. ആകാശത്തെ ആരും സൃഷ്ടിച്ചില്ല. അതായിരുന്നു, അതാണ്, എന്നും ഉണ്ടാകും. ആകാശം തന്നെയാണ് ഈശ്വരൻ, അല്ലാഹ്, ഗോഡ്. ആകാശം തന്നെയാണ് എല്ലാം, പരമശക്തൻ. ആകാശം തന്നെ പല രൂപങ്ങളിൽ കാണാനും അനുഭവിക്കാനുമാണ് ആഗ്രഹിച്ചത്. അതിനാലാണ് സൃഷ്ടിയെ അദ്ദേഹം സൃഷ്ടിച്ചത്. പ്രകൃതി ഒരു മഹാഗ്രന്ഥം പോലെയാണ്. ഒരാൾക്ക് ആലോചിക്കാനാകാത്ത വിധം അതിനകത്തുണ്ട്. അനവധി സൂര്യന്മാർ, ചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ. ഇവയെക്കുറിച്ച് പഠിക്കാനുള്ളത് ഒരേ ജീവിതത്തിൽ സാധ്യമല്ല. പ്രകൃതിയെ ശാസ്ത്രജ്ഞർ സൃഷ്ടിച്ചോ? ഇല്ല. അവർക്ക് മാറ്റീരിയലുകൾ ഉപയോഗിച്ച് കൃത്രിമ വസ്തുക്കൾ നിർമ്മിക്കാനാകാം. പക്ഷേ ആ മാറ്റീരിയലുകൾ എവിടെ നിന്നാണ് വരുന്നത്? അതെല്ലാം പ്രകൃതിയിൽ നിന്നാണ്. അതിനാൽ പ്രകൃതിയാണ് പരമോന്നതം. അതാണ് ഉത്ഭവവും ലക്ഷ്യവും. നാം എല്ലാവരും പ്രകൃതിദത്തമായ ധർമ്മം അനുസരിച്ച് ജനിച്ചവരാണ്. നമ്മുടെ ശരീരമൊന്നും വെറും ഒറ്റ ശരീരമല്ല, അതൊരു വേദഗ്രന്ഥം പോലെയാണ്. ആകാശത്തിൽ കാണുന്നതെല്ലാം, ബ്രഹ്മാണ്ടത്തിൽ കാണുന്നതെല്ലാം നമ്മിലുമുണ്ട്. നമ്മൾ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതിനിധികളാണ്. ആകാശത്തിൻ്റെ ദൂതന്മാരാണ്. പ്രകൃതിയുടെ മുഖങ്ങളാണ്. റാം നാരായൺ റാമിൻ്റെ വെളിച്ചങ്ങളാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം. എങ്കിൽ ഇനി ഈ മനുഷ്യനിർമ്മിതമായ മതങ്ങൾക്ക് എന്തിന്? നാം ഇപ്പോൾ വഴിമുട്ടിയവരായി മാറിയിരിക്കുന്നു. എവിടെ നിന്നാണ് നാം വന്നത്? എവിടേക്ക് പോകേണ്ടതാണെന്ന്? ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാം മറന്നുപോയിരിക്കുന്നു. നാം നമ്മുടെ മേൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകാതെ പോകുന്നു. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും നിശ്ചയിക്കാൻ കഴിയുന്നില്ല. ഉണ്ട് അകതയുകൾ, വിഷമങ്ങൾ, ഭീതികൾ. ഇതിൽ നാം കുടുങ്ങിയിരിക്കുന്നു. ഇവയേക്കാൾ പുറത്തേക്ക് നമുക്കെത്തിക്കാനാവുന്നത് ധ്യാനത്തിലൂടെയാണ്. നാം ധ്യാനിക്കുമ്പോൾ ശബ്ദ ഊർജം നമ്മുടെ അകത്ത് ജനിക്കുന്നു. അതാണ് വിവേകം. അതാണ് ശരിയും തെറ്റും നമ്മോട് വ്യക്തമാക്കുന്നത്. ധ്യാനത്തിലൂടെ നമ്മിൽ പുതിയ ഊർജം, ശക്തി, ബുദ്ധി എന്നിവയെല്ലാം ലഭിക്കുന്നു. അത് നമ്മെ സമ്മർദ്ദരഹിതമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് വ്യക്തമായി അറിയാനാവുന്നു. കാരണം നാം ഇനി നമ്മുടെ അന്തർവിവേകത്തെ കേൾക്കുന്നു, അതിനെ വിശ്വസിക്കുന്നു. ഇന്നത്തെ മനുഷ്യനൊപ്പം ഒരേ ഒരു അഭ്യർത്ഥന: റാം നാരായൺ റാം എന്ന ബീജമന്ത്രം ജപിക്കണം.
തന്നെ അതിലേക്ക് സമർപ്പിക്കണം. ഈ ബീജമന്ത്രം തൻ്റെ ഉള്ളിൽ എല്ലാം ഉൾക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ സമ്പൂർണമായ ഒന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ബീജമന്ത്രത്തോടൊപ്പം ഒന്നിക്കൂ. നിങ്ങളുടെ മോക്ഷത്തിനും സമൂഹത്തിൻ്റെ ശുഭത്തിനും ഇത് വഴികാട്ടിയാകട്ടെ. റാം നാരായൺ റാം.